നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഹൈറേഞ്ചിന്റെ കവാടമായ കോതമംഗലത്താണ്. എക്സാക്ട് പ്ലേസ് പറയുകയാണെങ്കിൽ മങ്ങേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിവിടെ വന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഭക്ഷണപ്രേമികൾക്കിടയിൽ അവരെ മനസ്സിലൊരു ഇടം പിടിച്ച അൽബൈത്ത് ഗ്രൂപ്പിന്റെ അൽബൈത്ത് എന്ന് പറയുന്ന പുതിയ സംരംഭം അൽബൈത്ത് ഹോട്ടലിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഏകദേശം 2 മണി സമയത്താണ് വന്നിരിക്കുന്നത്. ഉച്ച സമയത്ത് അവരുടെ കിഴി ബിരിയാണിയും നെയ്ച്ചോറ് ഇറച്ചിയും ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയാം. നമുക്ക് അൽബൈത്തിനുള്ളിലേക്ക് ഓക്കെ. നമ്മളപ്പോ 2 മണിക്കാണ് ഇവിടെ വന്നത്. അപ്പോഴത്തേക്ക് ഒരു കിഴി ബിരിയാണി സംഭവം കഴിഞ്ഞു. കിഴി ബിരിയാണി നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഒരു അടുത്തായിട്ട് നമ്മൾ നെയ്ച്ചോറ് ഇറച്ചി പറഞ്ഞേക്കാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് നമ്മള്. ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഈ കല്യാണ വീട്ടിൽ പങ്കരി പോയിരിക്കുന്ന അതേ ഒരു ഫീലാണ്. നല്ല സ്മെല്ലാണ് ഇതിന്റെ. അപ്പൊ നെയ്ച്ചോറ് ഇറച്ചിയും വരും. അതിന് മുമ്പായിട്ട് നമ്മളൊരു നല്ല തണുത്തൊരു ഫ്രഷ് ലൈം വരുന്നുണ്ട്. അപ്പൊ നല്ല വെയിലാണ്. അപ്പൊ നല്ല തണുത്തൊരു ഫ്രഷ് ലൈം വരുന്നുണ്ട്. അപ്പൊ ഫ്രഷ് ലൈം ഇപ്പോൾ ഉടനെ എത്തും. അതിനുവേണ്ടി നമ്മൾ വെയിറ്റിംഗിലാണ്. നമ്മുടെ ഫ്രഷ് ലൈം എത്തിയിട്ടുണ്ട്. നല്ല ലൈം കേട്ടോ. അതൊരു പ്രസന്റേഷൻ അടിപൊളിയാണ്. ഇവരുടെ ഒരു ചെറിയൊരു ബോട്ടിലാണ് ഈ സാധനം തരുന്നത്. ചെറിയ ജ്യൂസ് പോലെ ഫ്രഷ് ലൈമാണ്. നല്ല ഫ്രഷ് ലൈമാണ്. നമ്മുടെ നെയ്ച്ചോറ് ഉടനെ എത്തും. നെയ്ച്ചോറ് നമ്മുടെ ഫ്രണ്ട് എത്തി കഴിഞ്ഞു. ശരിക്കും തന്നെ നല്ല സ്മെല്ലാണ് നെയ്ച്ചോറിന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരി കല്യാണ വീട്ടിൽ ഇരുന്ന അതേ സെറ്റപ്പിൽ നെയ്ച്ചോറ് എത്തി കഴിഞ്ഞു. വാഴയിലയില് പരിപ്പ് അതിന്റെ മുകളിലേക്കാണ് ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. സൂപ്പർ സംഭവമാണ്. പിന്നെ പരിപ്പ് വരുന്ന ഒരു ടിപ്പിക്കൽ നല്ല ഒരു നെയ്യ് ചേർത്ത പരിപ്പാണ്. നല്ല ടിപ്പിക്കൽ ഒരു സൂപ്പർ പരിപ്പ് കറി. അതിൻ്റെ അത് നമ്മുടെ ബീഫും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അൺലിമിറ്റഡ് റൈസാണ്. അൺലിമിറ്റഡ് റൈസും ബീഫും എല്ലാം കൂടി കൊടുത്ത് ഇവിടെ ആകെ എക്കണോമിക്കിനാണ്. ഇവിടെ 120 രൂപ മാത്രമാണ് ഇവര് ചാർജ് ചെയ്യുന്നത്. റൈസ് നമുക്ക് എത്ര വേണേലും കഴിക്കാം. ഞാനിപ്പോൾ എന്റെ വയറിന് അറിയാൻ പറഞ്ഞത് നമ്മളോട് കഴിച്ചത് ഇങ്ങനെ കഷ്ടപ്പെടാൻ അറിയാം. നന്നായിട്ട് ഞാൻ ഫുഡ് കഴിക്കും. സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാതിരിക്കുന്നത്. മസ്റ്റായിട്ട് ഫാമിലി ആയിട്ട് ഒന്ന് തന്നെ ട്രൈ ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് തനി പെരുമ്പോരുകാരുടെ ഒരു അടിപൊളി നെയ്ച്ചോറ് വെച്ച് നമ്മൾ തിന്നു. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ വന്നതിന് ശേഷം നല്ല എന്താ പറയുക കല്യാണ വീട്ടിലൊന്നും പോകാൻ പറ്റുള്ളൂ നമുക്ക് ലോക്ക്ഡൌൺ വന്നതിന് ശേഷം. അപ്പൊ നമുക്ക് ശരിക്കും കല്യാണ വീട്ടിൽ പോയ ഒരു ഫീൽ നമുക്ക് അല്ലെ. നല്ല കനി നല്ല നമ്മുടെ എന്താ നാടൻ വാഴയിലയില് നെയ്ച്ചോറ് പരിപ്പ് മറ്റേ പുളിങ്കറി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു സംഭവം. അപ്പൊ നമ്മളാ നെയ്ച്ചോറ് അടിച്ചും കഴിച്ചിട്ട് പോകാൻ നിന്നപ്പോഴാണ് അറിഞ്ഞത് ഇവരുടെ വെടിക്കെട്ട് ഫുഡ് വൈകിട്ടാണ് വരാൻ പോണത്. അപ്പൊ പിടിച്ചതിൽ വലുതാണ് അണയിലുള്ളതെന്ന് നമ്മൾ ഉച്ചയ്ക്കാണ് അറിഞ്ഞത്. അപ്പൊ വൈകിട്ടുള്ളവരെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചപ്പോ അൽഫാമും ഷവർമയാണ് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഈ അൽഫാമും ഷവർമയിൽ എന്താ സ്പെഷ്യലുള്ള എല്ലാ നാട്ടിലും കൂടെ വീട്ടിൽ കൂടെ സർവ്വ സ്ഥലത്തെ കൂടെ അൽഫാമും ഷവർമയും വേണ്ടി. പക്ഷെ എപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇവർക്കൊരു 4ഓളം ടൈപ്പ് അൽഫാമുകളും 8ഓളം ടൈപ്പ് ഷവർമകളും ഉണ്ട്. അപ്പൊ അത് മാത്രമല്ല ഇവിടെ വൈകിട്ട് വന്നപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പൊ ഇത്രയും തിരക്കൂടെ വരണമെങ്കിൽ ഒരു ഷവർമയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും, അൽഫാമിൽ ഒരു പ്രത്യേകത കാണും.
അപ്പൊ അതെന്താണ് എന്ന് നമുക്കിനി നേരിട്ട് കയറി വിളിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഈ സ്പെഷ്യൽ ഷർമയുടെ മേക്കിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. ചിക്കൻ ഷോർമയാണ്. ബീഫ് ഓൾമോസ്റ്റ് ഇപ്പൊ ഏതാണ്ട് കഴിയാറായി. നമ്മളിപ്പോ ഏകദേശം ഇവിടെ വരുമ്പോൾ ഒരു 8 മണി സമയമായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ബീഫൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾക്കുള്ള ബീഫ് നമ്മളിവിടെ പറഞ്ഞവര് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഫ് ഷോർമ, ചിക്കൻ ഷോർമ ഇതാണ്. ഇവിടെ നല്ല തിരക്കാണ് ഇപ്പൊ ഈ സമയത്ത് കണ്ടോ. അവരെല്ലാവരും അപ്പൊ നമ്മള് ഹോട്ടലിനുള്ളിൽ രാഗലമുമ്പിലാണ് നമ്മളിരിക്കുന്നത്. നല്ലൊരു കാണാൻ പോയിട്ട് അന്തരീക്ഷമാണ്. ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഭംഗിയാണ് നമുക്ക് ഇരിക്കുന്നത്. ഫാമിലി ആയിട്ട് ഇവരിങ്ങോട്ട് വന്നിരിക്കാൻ വളരെ രസം. അപ്പൊ ഞാനിപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവർമയില് 2 ഐറ്റം നമുക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതായത് ഫുൾ മീറ്റ് ചീസും നോർമൽ ഷവർമയും. പിന്നെ അതിന്റെ അത് കൂടാതെ നമ്മള് അൽഫാം 2 ടൈപ്പ്, അതായത് ഷപ്പർ അൽഫാമും ഗ്രീൻ ചില്ലി അൽഫാമും നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. അത് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു 5 ടൈപ്പ് വെറൈറ്റി കടിഞ്ചായകളും ഒക്കെ ഉണ്ട്. അതില് നോർമൽ സാധാരണ എനിക്ക് മറ്റേ പട്ടയൊക്കെ കടിഞ്ചായ എനിക്ക് താല്പര്യമില്ല. അപ്പൊ നോർമൽ സാധാരണ ഒരു കടിഞ്ചായ ഓർഡർ കടിഞ്ചായക്ക് വരും. അത് കുടിച്ചിട്ടുള്ള ഇരിക്കുമ്പോഴത്തേക്കും ബാക്കി സാധനം വരും. അപ്പൊ നമ്മുടെ കടിഞ്ചായക്ക് വേണ്ടിയിട്ടാവും. കടിഞ്ചായ നമ്മൾ എത്തിക്കുന്നത് ഈ കടിഞ്ചായ പ്രേമികൾക്ക് വളരെ വെറൈറ്റി ആയിരിക്കും ഇപ്പോൾ ഈ കടിഞ്ചായ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 3-4 ടൈപ്പ് കടിഞ്ചായകൾ വരെ ഉണ്ടല്ലോ, ഇവർക്കുണ്ട്. ഞാനിപ്പോ അത്ര ഒരു കടിഞ്ചായ പ്രേമിയല്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഞ്ചായ ഇഷ്ടം. ഇതിന്റെ ഒരു സ്റ്റൈൽ ഒരു വൈകിട്ടുള്ള കടിഞ്ചായാണ് ഇതിന്റെ കൂടെ മെനുവിലൊക്കെ സെറ്റ് ആക്കിയത്. അപ്പൊ ഞാൻ അതിനുവേണ്ടി ഒരു കടിഞ്ചായ ഓർഡർ ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. നല്ല ടൈറ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടിഞ്ചായാണ്. ഇതിലും ക്വാളിറ്റി ഉള്ള തൈരായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാർത്തികത്തിന് വിരാമമായതുകൊണ്ട് നമ്മൾ ഷവർമ എത്തിയിരിക്കുകയാണ്. അതിനകത്ത് ഏതാണ് ഫുൾമീറ്റ്, ഏതാണ് നോർമലായിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഫുൾമീറ്റ് ഷവർമ നോർമൽ ഷവർമ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഫുൾമീറ്റ് തുടങ്ങാം. ഫുൾമീറ്റ് ഷവർമ എന്ന് പറയുമ്പോൾ നല്ല ഹെവിയാണ് ഷവർമ കണ്ടിട്ട്. നമ്മൾ അല്പം സോസ് കൂടി ചേർത്താലാണ് നമുക്ക് അതിന്റെ ഒരു സെറ്റപ്പിലേക്ക് വരുള്ളൂ. സോസ് ഇഷ്ടമുള്ള ആൾക്കാർ അല്പം സോസ് ചേർക്കാം. എനിക്ക് സോസ് ഇഷ്ടമല്ല. നല്ല ഉഗ്ര ടേസ്റ്റ് ഉള്ളതാണ്. ഇത് ചീസിന്റെ ടേസ്റ്റ് ശരിക്കും കയറി വരുന്നത്. മുട്ടയൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ് സാധനം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ സാധനമാണ്. ഇനി നമ്മള് നോർമൽ ഷവർമ കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോർമൽ ഷവർമ നല്ല ടേസ്റ്റാണ്. കാരണം ഇത് രണ്ടും ഡിഫറൻസ് നമ്മൾ ഇതിന് ചീസിന്റെ ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് ഇതിനകത്ത് കയറിയുണ്ട്. ഇതിനത്ര ചീസ് ഇത് നോർമൽ സാധാരണ ഒരു ടേസ്റ്റാണ്. പക്ഷെ ഈ റൊട്ടിയിൽ വരുമ്പോൾ ഇത് നല്ലൊരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇത് ഞാനൊന്ന് ഫിനിഷ് ആക്കുമ്പോഴത്തേക്കും നമ്മുടെ അൽഫാം 2 ടൈപ്പ് അൽഫാം നമ്മൾ ഓർഡർ കൊടുത്തേക്കുന്നത്. ഒന്ന് ഗ്രീൻ ചില്ലി, പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പെപ്പർ അൽഫാം. ഈ സാധനം ഇതാണ് കഴിച്ചു തരുന്നത്. ഇതാണ് കഴിച്ച് ഫിനിഷ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്.
അപ്പൊ നമ്മുടെ അൽഫാം അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഏതാണ് പെപ്പർ, ഏതാണ് നോർമൽ? അത് നോർമൽ എന്ന് പറഞ്ഞാൽ മറ്റേ ചില്ലി അല്ലേ? അപ്പൊ നമ്മുടെ അൽഫാം എത്തിയിരിക്കുകയാണ്. ഇത് നോർമൽ അൽഫാം, ഇത് പെപ്പർ, ഇത് ഗ്രീൻ ചില്ലി. 3 സാധനം നമുക്ക് വന്നേക്കാം. നമുക്ക് നോർമൽ സ്റ്റാർട്ട് ചെയ്യാം. എന്തും ബേസ് മോഡലിൽ നിന്ന് മുകളിലേക്ക് പോകണം. നമുക്ക് നോർമലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നോർമൽ അൽഫാം നമ്മൾ നോർമലി നമ്മൾ തുടങ്ങുകയാണ്. ഇത്ര ഒരു പീസ് അൽഫാം ഭയങ്കര സ്മൂത്ത് ആട്ടോ. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ സാധനം കയ്യിലേക്ക് ഈസി ആയിട്ട് വരാം. ലേശം ഗാർലിക് പേസ്റ്റിലൊന്ന് ടച്ച് ചെയ്തിട്ട് സൂപ്പ് വേണം. കാരണം ഇതിൽ സ്കിന്നൊന്നുമില്ല. സ്കിന്നില്ലാതെ ഇതിലൊരു മസാലയുടെ ടേസ്റ്റാണ് ശരിക്കും. മസാല ടേസ്റ്റ് നല്ലോണം കയറി വരുന്നത്. അൽബേക്കിന്റെ സ്പെഷ്യൽ മസാലയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും സാധനം ഇതിനും ടേസ്റ്റ്. മറ്റു രണ്ടും കൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. രണ്ടിന്റെ മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞാൽ ഏത് കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഈക്വലാണ്. രണ്ടിന് വളരെ സ്മൂത്താണ്. പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് നന്നായിട്ട് ഈസി ആയിട്ട് പോകുന്ന സാധനം. നന്നായിട്ട് വെന്തലിന് ഉള്ള ശരിക്കും വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ അത് കുറച്ചുകൂടി നമ്മുടെ ആ പെപ്പറിന്റെ ടേസ്റ്റ് കുറച്ചുകൂടി ഒന്ന് കയറി വരുന്നത് സ്പെഷ്യലായിട്ട്. കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റമുണ്ട്. എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഒത്തിരി ഹെവി ആയിട്ടുള്ള ഇരുന്നില്ല, മീഡിയം ഇരുന്ന് നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഐറ്റം നമ്മുടെ ഗ്രീൻ ചില്ലി. പച്ചമുളകിന്റെ ടേസ്റ്റാണ് ഇതിനകത്ത് എക്സ്ട്രായിട്ട് കയറി തന്നെ. ഉള്ളിലേക്ക് ടേസ്റ്റ് പിടിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എല്ലാത്തിന്റെയും സാധനം ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്. അടിപൊളി സാധനമാണ് ഇത്. മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഫാമിലി ആയിട്ട് തന്നെ വളരെ ട്രൈ ചെയ്യണം. ഞാൻ ഗ്യാരണ്ടി തരും, നല്ല ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ഓക്കെ.